തിരുവനന്തപുരം ശ്രീകാര്യം പോലീസ് സ്റ്റേഷന് മുൻപിൽ അർദ്ധരാത്രി SFI KSU പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. കല്ലേറിൽ പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥനെ ആശുപത്രിയിലേക്ക് മാറ്റി. കാര്യവട്ടം ക്യാമ്പസിൽ KSU തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സാൻ ജോസിനെ SFI പ്രവർത്തകർ ഇടിമുറിയിലിട്ട് മർദ്ദിച്ചെന്നാരോപിച്ച് MLA-മാരുടെ നേതൃത്വത്തിൽ നടത്തിയ പോലീസ് സ്റ്റേഷൻ ഉപരോധത്തിലാണ് സംഘർഷമുണ്ടായത്. M. വിൻസെന്റ് MLA-യും പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. MLA-യെയും KSU പ്രവർത്തകരെയും ആക്രമിച്ചവർക്കെതിരെ കേസെടുക്കാമെന്ന ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിച്ചത്. ഗോകുൽനാഥ് ഉണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാം. ഗോകുൽനാഥ്, ഇന്നലെ തലസ്ഥാനത്ത് അരങ്ങേറിയ നാടകീയ സംഭവങ്ങൾ ഏറ്റവും ഒടുവിലായി പോലീസ് പറയുന്നത് ഈ പരാതിയിൽ കേസെടുക്കാം എന്നാണ്. ഈ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ ആരൊക്കെയാണ് ഇതിൽ പ്രതിസ്ഥാനത്തുള്ളത് എന്നത് സംബന്ധിച്ച് പോലീസിന് കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചിട്ടുണ്ടോ? എന്താണ് നിലവിലെ സാഹചര്യം? ഇന്നലെ രാത്രിയോടുകൂടിയാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടം ക്യാമ്പസിൽ സംഘർഷം ഉടലെടുക്കുന്നത്. ഫ്രഷേഴ്സ് ഡേയുമായി ബന്ധപ്പെട്ട് KSU ക്യാമ്പസിനകത്ത് സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡിനെ സംബന്ധിച്ച് KSU SFI തർക്കമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് KSU ജില്ലാ സെക്രട്ടറിയെ SFI ബോയ്സ് ഹോസ്റ്റലിൽ കൊണ്ടുപോയി മർദ്ദിച്ചു, ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചു എന്നാണ് KSUവിന്റെ ആരോപണം. അതേ തുടർന്ന് അർദ്ധരാത്രിയിൽ MLA-മാരുടെ പോലീസ് സ്റ്റേഷൻ ഉപരോധം ഉണ്ടായിട്ടുണ്ടായിരുന്നു. KSU ജില്ലാ സെക്രട്ടറി സാൻ ജോസിനെയാണ് ഇത്തരത്തിൽ SFI നേതാക്കൾ തന്നെ കൊണ്ടുപോയി മർദ്ദിച്ചതെന്നുള്ളതായിരുന്നു ആരോപണം. ചാണ്ടിയുമ്മന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ഉണ്ടായിരുന്നത്. തുടർന്ന് M. വിൻസെന്റ് അടക്കമുള്ള MLA-മാർ ഉപരോധത്തിലെത്തി. ശ്രീകാര്യം പോലീസ് സ്റ്റേഷന് മുൻപിൽ SFI KSU പ്രവർത്തകർ ഇതേ തുടർന്ന് വീണ്ടും സംഘർഷം ഉടലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴേക്കും സമയം രാത്രി 1 സമയത്തോടനുബന്ധിച്ചായിരുന്നു ഇത്തരത്തിൽ തർക്കമെന്നുള്ളത് ഓർക്കണം. വീണ്ടും കല്ലേറുണ്ടാകുന്നു. SFI KSU പ്രവർത്തകർ തമ്മിൽ കല്ലേറുണ്ടാകുന്നു. തുടർന്ന് M. വിൻസെന്റ് അടക്കമുള്ള MLA-ക്ക് അടക്കമുള്ള ആളുകൾക്ക് മർദ്ദനമേൽക്കേണ്ടി വരികയും തുടർന്ന് പോലീസ് രാത്രിയിൽ നടക്കുന്നതായിട്ടുള്ള സാഹചര്യം ഉണ്ടായി. M. വിൻസെന്റ് MLA അടക്കമുള്ളവർക്ക് പോലീസിന്റെ ഭാഗത്തു നിന്ന് മർദ്ദനമുണ്ടായി. ഒപ്പം തന്നെ SFI പ്രവർത്തകർ ആക്രമിച്ചെന്ന് M. വിൻസെന്റ് MLA ആരോപിക്കുന്നുണ്ട്. എന്തായാലും പോലീസിന്റെ മുമ്പിൽ വെച്ച് തന്നെയാണ് SFI ആക്രമിച്ചതെന്നാണ് MLA-യുടെ അവകാശവാദം. തുടർന്ന് MLA-യും KSU പ്രവർത്തകരെ ആക്രമിച്ചവരെ കേസെടുക്കാമെന്നുള്ള MLA-യും KSU പ്രവർത്തകരെ ആക്രമിച്ച SFI പ്രവർത്തകർക്കെതിരെ കേസെടുക്കുമെന്നുള്ളതായിരുന്നു പോലീസിന്റെ ഉറപ്പ്. എന്തായാലും ഇന്ന് രാവിലെയോടെ തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്.